ഇപ്പം അങ്ങനെ ഒരാളെ വിവാഹം ചെയ്യുമ്പോഴേ എനിക്ക് ചേട്ടനോട് പിടിച്ചിരുത്തണമെന്നുണ്ട്, പക്ഷെ പുള്ളി വരില്ല. ഞാൻ ചോദിച്ചു, ഇന്നലെയും കൂടി ഞാൻ ചോദിച്ചു നമുക്ക് ഒരുമിച്ചിരുന്നൊരു ഇന്റർവ്യൂ കൊടുത്താലോ, വേണ്ട, ആൾക്ക് രണ്ടുപേരും രണ്ട് ടൈപ്പ് അതെ, ആള് എക്സ്ട്രീം. എക്സ്ട്രീമാണ്. ഞാൻ അത് സത്യമാണ് കേട്ടോ. ആൾക്ക് ഒട്ടും താല്പര്യമില്ല ക്യാമറ ഫ്രണ്ടിൽ വരെ, ബാക്കിൽ വന്നിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു തരും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിന്റെ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കണം, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ എടുത്തു തരും. അങ്ങനെ അതിലൊക്കെ സപ്പോർട്ടാണ്, ഒന്നും കുഴപ്പമില്ല. പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിൽ വളരെ, ഞാൻ തന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വാ എന്തെങ്കിലും ഒന്ന് പറയും ആളത്ര. അതുകൊണ്ട് ഞാൻ ആളെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം ഇപ്പൊ കൈയെടുത്തല്ലേ, ആൾക്ക് അതാണെങ്കിൽ ഇഷ്ടം, ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കത് പോരെ, അത് മതി. ശരിക്കും അങ്ങനെയല്ലേ ഒരു പാർട്ട്ണർഷിപ്പ് ശരിക്കും പോകേണ്ടത് അല്ലേ? അതെ അതെ. ഓക്കെ, ഇപ്പോ ചെറിയ പ്രായത്തിൽ ഏൺ ചെയ്ത് തുടങ്ങിയതാ, അപ്പം എന്തായിരുന്നു അന്നത്തെ ഒരു റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ അന്ന് നമുക്ക് നന്നായി സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നല്ല സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും ഭയങ്കര കോടികൾ, അങ്ങനെയൊന്നുമല്ല. എന്നെ കൊണ്ട് ആവുന്ന പോലെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അഭിമാനമായിട്ട്, ഞാനൊരു ആൺകുട്ടിയായി എന്നുള്ളൊരു തോന്നലൊക്കെ, നമ്മൾ ഇങ്ങനെ ഏൺ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ സമയം. കാരണം ഏൺ ചെയ്യാന്ന് വെച്ചാൽ അന്നൊക്കെ ചെറിയ എമൗണ്ട് ആണ് നമുക്കൊരു ആൽബത്തിന്. എനിക്കൊന്ന് ഫസ്റ്റ് 500 അങ്ങനെയൊക്കെ എന്തോ ആണ് കിട്ടിയേക്കുന്നത്. അതിലിങ്ങനെ ഗ്രാജുവലി അത് കൂടി വന്ന്, പക്ഷേ നമ്മൾ ഏൺ ചെയ്തിട്ട് അതെപ്പോഴും ഇപ്പോഴാണെങ്കിലും ഞാൻ പറയും, നമുക്കൊരു എന്ത് ജോലി എന്താണെങ്കിലും നമ്മൾ ഒരു ജോലി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, അതൊരു ബലമാണ് നമുക്ക്, അല്ലേ? നമ്മുടെ കാര്യങ്ങളും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അതൊരു സപ്പോർട്ടായിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. കാരണം എൻ്റെ 2 ചേച്ചിമാർ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി, പിന്നെ അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്, ഏറ്റവും ഇളയതാണ് ഞാൻ. അപ്പം ഒരു മോനെ പോലെ നിന്നിട്ട് എൻ്റെ പാരൻസിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്തായാലും ഭയങ്കര അഭിമാനമാണ്, സന്തോഷത്തിലുപരി എനിക്കതൊരു അഭിമാനമാണ്. തീർച്ചയായും അത് വലിയൊരു കാര്യമല്ലേ, അതും അത്രയും ചെറിയൊരു പ്രായത്തില്. എൻ്റെ ക്യാഷ് ഞാൻ തന്നെ അമ്മയ്ക്ക് അച്ഛന് കൊടുത്ത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല, അവരെന്നെയായിരുന്നു. പക്ഷെ അവരും അറിഞ്ഞ് എനിക്ക് വേണ്ടതൊക്കെ അവരും ചെയ്തു തരും. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും. അച്ഛന് അന്ന് ബിസിനസ് ഉണ്ട്, ഹോട്ടലാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഫുള്ള് വരുന്ന അമ്മയാണ്. സിനിമയ്ക്കൊക്കെ വരുമ്പോഴാണ് അച്ഛൻ വരാറുള്ളത്. അപ്പം എന്താ പറയുക, ഫാമിലി, ഈ അച്ഛനും അമ്മ, എൻ്റെ ചേച്ചിമാർ, ചേട്ടന്മാർ, ഈ ചേച്ചിനെ കല്യാണം കഴിച്ചാൽ അവർക്കും ഭയങ്കര സന്തോഷമാണ്. എനിക്കൊന്ന് മൂത്ത ചേച്ചീൻ്റെ ഹസ്ബൻഡിന് എനിക്ക് കൂടുതൽ സപ്പോർട്ടാണ്. കാരണം ഏട്ടൻ എൻ്റെ കൂടെ വർക്കിന് വരും, എന്നെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സർക്കിളിൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ വന്ന ആൾക്കാരും എന്താ പറയുക, പുറത്തുനിന്ന് വന്ന ആൾ 2 ചേട്ടന്മാർ, പക്ഷെ അവരും അവരുടെ ഫാമിലിയും എന്നെ അത്രയും സ്നേഹത്തോടെ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് അഭിമാനമേ ഉള്ളൂ. ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ വരികയാണെങ്കിലും അവരെല്ലാവരും പറയുക വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ കാണണം എന്ന് പറയാനുള്ളൊരു അഭിമാനം അവരിലും ഉണ്ട്. അല്ലേ, സപ്പോർട്ടിങ് ആയിട്ടൊരു ഫാമിലി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ, അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അന്നത്തെ കാലത്ത് കൂടെയുള്ള ആൾക്കാർക്ക് ഇത്രയും ഫ്രീഡം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പിന്നെ എൻ്റെ അടുത്തും എല്ലാവരും അങ്ങനെ തന്നെ നിന്നിരുന്നത്. കാരണം ഞാൻ നേരെ വാ നേരെ പോകുമെന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. എൻ്റെ അടുത്ത് അങ്ങനെ ആരും മോശമായിട്ടൊരു സംസാരം രീതിയേ ഉണ്ടായിട്ടില്ല. കാരണം ഉണ്ടായാലും എനിക്കപ്പോൾ എങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ലൊക്കേഷനിലാണെങ്കിലും സംസാരിച്ചതും. നമുക്കങ്ങനെ നോർമലി നമ്മൾ കേൾക്കുന്ന പോലത്തെ ഒരു അനുഭവമുണ്ട്. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എന്താന്ന് വെച്ചാൽ പോടാന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് അന്നും ഉണ്ടായിരുന്നു. അതാ അച്ഛനും പറയും, നീ ഒരു പെണ്ണിനെ കാട്ടി നീ ഒരു ആണ് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നല്ല തൻ്റെ അടുത്തോടെ സംസാരിക്കാനും അത് എവിടെയാണെങ്കിലും ഞാൻ സംസാരിക്കും. അപ്പം ഈ ലൊക്കേഷനിലാണെങ്കിലും നമുക്ക് എന്താണോ പറയുന്നത്, നമ്മളടുത്തൊരു മോശം ഒരാൾക്ക് പെരുമാറിയ നമ്മളത് തിരിച്ച് അതേ ഇതിൽ റിയാക്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒന്ന് താന്നോർത്ത് ചിലപ്പോൾ അവർ നമ്മളെ തലയിൽ കയറും. അതിന് ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല, അന്നുമില്ല ഇന്നുമില്ല. ഓക്കെ, അന്ന് കിട്ടിയിട്ടുള്ള റെമ്യൂണറേഷനിൽ ഏറ്റവും കൂടുതൽ മാക്സിമം പോലെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 15ന്റെ അടുത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 15 അല്ല, അതിന് കൂടുതൽ അത് എനിക്ക് എത്ര ഓർമ്മയില്ല. ഒരു 1000-2000 ഒക്കെ അത്രയൊക്കെ ആയിരിക്കും. എനിക്ക് അറിയില്ല കേട്ടോ, അതിന്റെ കറക്റ്റ് എനിക്ക് എമൗണ്ട് അറിയില്ല. അത് അവർക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. കുറെ വർഷങ്ങളായില്ല, 20 വർഷമായില്ല അതൊക്കെ ചെയ്തിട്ട്. പിന്നെ അതുപോലെ വേറെന്തോ ഞാൻ പറയാൻ വന്ന മറന്നു. എൻ്റെ അടുത്ത് കുഴപ്പമില്ല, ആലോചിച്ച് മറന്നുപോയി. ഇനി പറയുമ്പോ ഓർമ്മ വരികയായിരിക്കും. നമ്മൾ 15,000-15,000 കാര്യം പറഞ്ഞപ്പോഴാണ് എന്തോ ആലോചിച്ചു. ആണോ? അത് പറയുമ്പോയിരുന്നാ
മറന്നുപോയി, സത്യം മറന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് റീകോൾ ചെയ്തെടുക്കാം. ഈ 15,000 രൂപ ഇപ്പൊ അതെ 15,000 ഞാൻ പറഞ്ഞു ക്യാഷിന്റെ കാര്യം പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെയായിരുന്നു ഇനോഗ്രേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഇനോഗ്രേഷൻസ് ഇതുപോലെ മലപ്പുറം ഏരിയയിലേക്കായിരുന്നു എനിക്ക്. അത് കാസർഗോഡ് വരെ ഞാൻ പോയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ അങ്ങനെയും കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ലക്ഷങ്ങളാണല്ലോ അന്നൊക്കെ 10-15 അതൊക്കെ തന്നെ വലിയ എമൗണ്ട്. പക്ഷേങ്കില് ആ ഇനോഗ്രേഷന് പോകുന്ന സമയത്താണ് നമ്മൾ വീണ്ടും കുറെ ആൾക്കാരെ കാണുന്നത്, സ്നേഹം കൂടുതൽ. ഇപ്പോഴല്ല നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി അറിയാൻ പറ്റുന്നത്. അന്ന് അങ്ങനെയല്ല. ഇതുപോലെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആൾക്കാരെ അറിയാൻ പറ്റും. എത്ര ഇനാഗുറേഷൻസ് ചെയ്തിട്ടുണ്ട്? ഇനാഗുറേഷൻസും കുറെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വർക്ക് വീട്ടിൽ ഇരിക്കുന്നവരെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഫുൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 22 വയസ്സ് പിന്നെ ഒരു 24 വയസ്സിൽ കല്യാണം, ഇതിന്റെ ഇടയിലുള്ള 2 വർഷം എവിടെയായിരുന്നു? അല്ല, അതിന്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്, 1-2 ആൽബംസ് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ പോയി ചെയ്യാൻ ഇല്ല. പിന്നെ ആ സമയത്ത് സിനിമ ഒക്കെ പടം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കുറെ 1-2 തമിഴ് പടമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഏൺ ചെയ്തതിലേ ഏറ്റവും ആഗ്രഹിച്ച് വാങ്ങിയത് അല്ലെങ്കിൽ വീട്ടിലേക്ക് വാങ്ങിയ ഒരു സാധനം എന്തായിരിക്കും? ഭയങ്കര ഫുൾഫിൽ ചെയ്തൊരു മൊമെന്റ് ഏതായിരിക്കും? എന്തായിരുന്നു, വീടിന്റെ നിലത്തിന്റെ ഒക്കെ ടൈലും അതൊക്കെ ചെയ്തത്. അതെനിക്ക് ഇപ്പോഴും ഒരു അഭിമാനം. ഞാനല്ലേ ചെയ്തതെന്ന് ഞാൻ എപ്പോഴും പറയും. പിന്നെ എനിക്ക് വേണ്ട ഓർണമെന്റ്സ്, ഗോൾഡ് ആണെങ്കിലും വളയും ചെയിനും കൊലുസും ഇതെല്ലാം ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ വാങ്ങിച്ചത്. കല്യാണത്തിനുള്ളത് മീൻസ് അങ്ങനെയല്ല, അല്ലാണ്ട് തന്നെ ഒരു 5-6 പവൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അച്ഛനൊക്കെ കിട്ടുന്നില്ല. ഓക്കെ, എനിക്ക് ആ നമ്മുടെ പഴയ ലുക്ക് കാണാലോ, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ സുനിത ഫാത്തിമയായിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാരാ? ഫാത്തിമയാ. ഇച്ച് ഭയങ്കര മൊഞ്ചായിക്കിന്. ശരിക്കുവേ ഭയങ്കര ചേഞ്ച് ആയിട്ടോ. കണ്ണാടി മാറി, പൊട്ട് മാറി, പിന്നെ തട്ടവും, പിന്നെ ഇവിടുത്തെ ഈ കുറച്ച് മുടിയും കൂടെ വന്നപ്പോഴത്തേക്ക് അത് അന്നത്തെ മെയിൻ സാധനമായിരുന്നു തോന്നുന്നു അല്ലേ? മിക്ക വീഡിയോസിലും ഈ നെറ്റിലേക്ക് ഇങ്ങനെ കിടക്കുന്ന മുടി ഉണ്ടാവും. പിന്നെ എനിക്ക് ഇവിടെ ഒരു മാർക്ക് ഉണ്ട്, അതായിരുന്നു ആൾക്കാർ കണ്ടുപിടിക്കുക. ആളാണോ മാർക്ക് ഉണ്ട്. ശരി, പൊട്ട് മാറ്റിയപ്പോ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു മാർക്കുള്ള കുട്ടി. തട്ടിങ്ങനെ നിൽക്കാൻ ഞാനേ ഈ ഒന്ന് മേക്ക് ഓവർ ആവാൻ പോയ ടൈമില് ഞാൻ ചുമ്മാ കയറിയിട്ട് ഒന്ന് പാട്ട് നെഞ്ചുക്കുള്ള നീതാനെ പാട്ട് കയറി നോക്കിയപ്പം ഇന്നലെ കമന്റ് ഇട്ടവര് 2 days ago, 1 day ago, 5 days ago, കറക്റ്റ് February 2 ഇത് കാണുന്നവരുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ്. അതിനകത്ത് ലവ് ഫ്രം ശ്രീലങ്ക, ഇത് ഞാൻ അവിടെ കേട്ടോണ്ടിരുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കമന്റ് ഉണ്ട്. അങ്ങനെ ദേശം മാറി ആരാധകര് വന്നിട്ടുണ്ടോ? ദേശം മാറി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പുറത്തുനിന്ന് എനിക്ക് കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത് ഗൾഫുള്ള ഏരിയയിലുള്ള കുറെ ആൾക്കാരാണ്. അപ്പൊ ഇതുപോലെ ശ്രീലങ്ക അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. കമന്റ് സെക്ഷനിൽ ശ്രീലങ്ക, ലവ് ഫ്രം ശ്രീലങ്ക. എനിക്കെന്നാ ആ പാട്ടിനോട് ആയിരിക്കും കൂടുതലും, നമ്മളതിൽ അഭിനയിച്ചുകൊണ്ട് നമ്മളോടും ഇഷ്ടം. അതിലുപരി ആ പാട്ട് ഇപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ എക്സ്പ്രഷൻ ഒന്ന് കിട്ടുമോ? ഞാൻ ഈ പോർഷൻ ഇതിനകത്ത് 2-3 പേര് കമന്റ് ഇട്ടേക്കുന്നത് 4.25 ദിസ് പോർഷൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, പൊതുജന താല്പര്യാർത്ഥം. നമുക്ക് അത് ഇട്ടോക്കാം. നമ്മൾ ആ ഫാത്തിമേനെ കാണാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ അല്ലേ? റെഡി. എവിടുന്ന് എക്സ്പ്രഷൻ ഒക്കെ വരുന്നത്? എവിടുന്ന് ഇത്ര നാണം വരുന്നത്? എനിക്കറിയില്ല.